വേനൽ കടുത്തതോടെ റോഡിലൂടെയുള്ള യാത്രക്കാർക്കായി വീടിനു മുന്നിൽ മൺകൂജയിൽ ശീതീകരിച്ച കുടിവെള്ളം നൽകുകയാണ് കൊല്ലം വാളത്തുങ്കൽ ഗുരുമന്ദിരം ജംഗ്ഷനിൽ ഫാത്തിമ മൻസിലിൽ ഹാഷിം എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും രാവിലെ മുതൽ പല ഭാഗത്തും വെള്ളം നിറച്ചു വയ്ക്കും. വീടിന് മുന്നിൽ രാവിലെ 8 മണിക്ക് മൺകൂജയിൽ തണുപ്പിച്ച വെള്ളമൊഴിച്ച് ഐസും ഇടും. തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ടിരിക്കും. ഇത് രാത്രി 8 മണി വരെ നീളും. കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു മുൻപ് കുഞ്ഞുമോൻ ജോലി നോക്കിയിരുന്നത്. അങ്ങനെ വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ജോലി ചെയ്തപ്പോൾ മുതലുള്ള അനുഭവമാണ് ഈ വേനൽക്കാലത്തും തൻ്റെ വീടിന് മുന്നിൽ ദാഹിക്കുന്നവർക്കായി വെള്ളം നൽകണമെന്നത്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇത് തുടർന്നു വരികയാണ്. വേനൽക്കാലം അവസാനിച്ച് മഴക്കാലം എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്നും ഇത് എടുത്തു മാറ്റുന്നത്. കുഞ്ഞുമോന് സഹായിയായി ഭാര്യ ജുബൈലയും ഉണ്ടാകും. കുഞ്ഞുമോൻ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി പുറത്തു പോകുമ്പോൾ യഥാസമയം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത് ജുബൈലിയായിരിക്കും. തങ്ങളുടെ ഈ പ്രവൃത്തി മറ്റുള്ളവരും മാതൃകയാക്കണം എന്നാണ് കുഞ്ഞുമോനും പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹാഷിം കുഞ്ഞുമോൻ. ഞാനിവിടെ എല്ലാ വർഷവും ഇവിടെ തണുത്ത വെള്ളം വയ്ക്കാറുണ്ട്. ഈ വർഷം കൂടുതൽ ചൂടാണ്, അതുകൊണ്ട് കൂടെ തണുത്ത വെള്ളം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സംഭരിച്ച് കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ച് വരുന്നവർക്ക് ആവശ്യം പോലെ കുടിക്കാം. തീരുന്നതനുസരിച്ച് വീണ്ടും ഞാൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ രാവിലെ 8 മണിക്ക് വെക്കും. 8 മണിക്ക് വെച്ചിട്ട് വീണ്ടും ഉച്ചയ്ക്ക് വീണ്ടും അടുത്ത തണുത്ത വെള്ളം വീണ്ടും സ്റ്റോർ ചെയ്യും. പിന്നെ നമ്മളിവിടെ പക്ഷിമൃഗാദികൾക്കും പട്ടി പൂച്ചയ്ക്കും എല്ലാം നമ്മളപ്പുറ സൈഡിൽ പ്രത്യേകം വെള്ളം വെച്ചു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ ഇത്തിരി നമ്മളെ കൊണ്ടുവെക്കുന്ന കണക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ഈ വെള്ളം നമ്മളിവിടെ സംരക്ഷി വെച്ചിരിക്കുന്നതും. അവരുടെ ഇഷ്ടത്തിന് വന്ന് കുടിക്കാം. കുടിച്ച് തീരുന്നതിന് ഞാൻ അടുത്തത് കുറേശ്ശെ ഒഴിച്ചുകൊണ്ടേയിരിക്കും. മൊത്തത്തിൽ ഒന്ന് ചോദിക്കും. എത്ര വർഷം കൊണ്ട്? ഞാനൊരു 3-4 വർഷം കൊണ്ട്. വീട്ടുകാരൊക്കെ സപ്പോർട്ട്? അതിന് 100% സപ്പോർട്ടാ. അല്ല, നമുക്കതല്ല. ഞാനൊരു നേരത്തെ ഒരു കൺസ്ട്രക്ഷൻ വർക്കുകാരനായിരുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ അതുപോലെ നമ്മൾ ഈ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നപ്പോഴത്തേക്ക് ഞാനിപ്പോ ആ മേഖലയൊന്നും ഇല്ല. ഇപ്പൊ നമ്മൾ വേറെ ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമ്മളെ കൊണ്ട് ഒക്കുന്നത് നമ്മൾ ചെയ്യുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. വരട്ടെ, ഇനി വരും കാലങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരുത്തി ഒക്കെ എന്തെങ്കിലും ചെയ്യും. സാമ്പത്തികമൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. മനുഷ്യന് മാത്രമല്ല പക്ഷിക്കും പിന്നെ നമ്മളിവിടെ പട്ടി പൂച്ച അതിനെല്ലാത്തിനും പ്രത്യേകം വെച്ചു കൊടുക്കും. എല്ലാത്തിനും